ഒരു ദ്വീപിന്റെ പേര് തന്നെ മാറ്റിമറിച്ച സിനിമ. ഇന്ന് ആ ദ്വീപിൽ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. ആരും അറിയാതെ കിടന്നിരുന്ന ഒരു ദ്വീപിനെ ഫേമസ് ആക്കിയ ഒരു സിനിമ. ഇന്ന് മൂവി GPTയിൽ ഞാൻ പറയാൻ പോകുന്നത് 2000-ൽ പുറത്തിറങ്ങിയ കാസ്റ്റവേ എന്ന സിനിമയെ കുറിച്ചാണ്. നായകൻ യാത്ര ചെയ്യുന്ന വിമാനം തകർന്ന് കടലിലേക്ക് വീഴുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു ദ്വീപിലേക്ക് എത്തുന്ന നായകന് സഹായത്തിന് പോയിട്ട് സംസാരിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. പണി 18 നോക്കിയിട്ടും ദ്വീപിൽ നിന്ന് പുറത്ത് കടക്കാനാവുന്നില്ല. അങ്ങനെ അയാൾ അവിടെ ഒറ്റയ്ക്ക് 4 വർഷത്തോളം ഒരു തടവുകാരനെ പോലെ ഏകാന്തനായി ജീവിക്കേണ്ടി വരുന്നു. പറഞ്ഞു വരുമ്പോൾ കാസ്റ്റവേ സർവൈവൽ സിനിമകളുടെ തലതൊട്ടപ്പനാണ്. പടത്തിൽ 90% മുകളിലും ടോം ഹാങ്ക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ പേടിക്കണ്ട, ഒരു പോയിന്റിലും പടം നിങ്ങളെ മടുപ്പിക്കില്ല. ദ്വീപിൽ ഒറ്റപ്പെടുന്നത് മുതൽ രക്ഷപ്പെടുന്നത് വരെ അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ടോം ഹാങ്ക്സിന്റെ അന്യായ പെർഫോമൻസ് ആണ് പടത്തിലുടനീളം. പടത്തിന്റെ സെറ്റ് ഇട്ടിട്ടുള്ളത് ഫിജിയിലെ ഒരു ദ്വീപിലാണ്. കാസ്റ്റ് ആൻഡ് ക്രൂ ഒരു വർഷത്തോളം അവിടെ താമസിച്ചിട്ടാണ് പടം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ന് ആ ദ്വീപിന്റെ പേര് കാസ്റ്റവേ ദ്വീപ് എന്നാണ്. നിങ്ങൾ ഈ പടം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായം പറയുക.